അപ്പം നമ്മൾ ഇന്ന് നോക്കുന്നത് കൗഫ്ലാൻഡിലൊരു പുതിയ ടൈപ്പ് ഒരു ഓറഞ്ച് ഉണ്ട്. ഇതിനു മുമ്പ് ഞാൻ ഇത് കഴിച്ചിട്ടില്ല. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിച്ചിരിക്കുന്നത്. വുഡ് ഓറഞ്ച് എന്നാണ് കൊടുത്തിരിക്കുന്നത്, അതായത് കളർഫുൾ ഓറഞ്ച് എന്നാണ്. അപ്പോൾ സ്റ്റാർ ബക്സിൻ്റെ ഒരു മിനി വേർഷൻ അവിടെ കണ്ടു. ഇത് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അതും മറന്നുപോയി. ആക്ച്വലി നമ്മൾ ഷോപ്പിങ്ങിൽ നിന്ന് ഇങ്ങനെ നമ്മൾ മുന്നോട്ട് നീങ്ങും തോറും ആ സൈഡ് നമ്മൾ ഒഴിവാക്കി വരുമല്ലോ, പിന്നെ എടുത്തില്ലായിരുന്നു, മറന്നുപോയി. അങ്ങനെ ഇത് ട്രൈ ചെയ്യാൻ പറ്റിയില്ല, എങ്ങനെയുണ്ടെന്ന് പറയാം. പിന്നെ ഈ ഒരു സാധനം ഇതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ എനിക്ക് കണ്ടിട്ട് അടപ്പായസത്തിന് പറ്റിയ ഒരു ഐറ്റമായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ 2 കമ്പനിയുടെ പ്രോഡക്റ്റ് എടുത്തിട്ട് ഞാൻ കൗഫ്ലാൻഡ് സെലക്ട് ചെയ്തു. അതിൻ്റെ റീസൺ പറഞ്ഞുതരാം. പിന്നെ കുറേ ബ്രെഡ് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഞാനിത് ഇതിന് മുമ്പ് കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒത്തിരി തവണ വരുമ്പോൾ ഇവിടെ ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്യാറുണ്ട്. ഒരുപാട് കൈൻഡ് ഓഫ് ബ്രെഡ് ഉണ്ട്. എനിക്ക് ഇവിടുത്തെ ബ്രെഡ് അത്ര താല്പര്യമില്ല. ബ്രെഡ് പൊതുവെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല. ഇതൊക്കെ നല്ല കട്ടിയും നല്ലൊരു എന്താ പറയുക ടൈപ്പ് ഷേപ്പും ഒരു ഭയങ്കര കട്ടിയായിട്ടൊക്കെ തോന്നും. ഇതൊക്കെ ഇവരുടേതായിട്ടുള്ള സാലഡും മറ്റു കാര്യങ്ങളുമായിട്ടൊക്കെ എന്താ പറയുക സോസ് അതിൻ്റെയൊക്കെ കൂടെ ഇവർ കഴിക്കുന്നതാണ്. പിന്നെ പീത്ത അത് ഡിഫറെൻറ്റ് ഷേപ്പിന് കുറച്ചൊരു വലിപ്പത്തിനനുസരിച്ച് കുറേയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഒരു വലിയ ബ്രെഡ് ഞാൻ ഇവിടെ ജർമ്മനിയിൽ കണ്ട ഒരു ഇച്ചിരി വലിപ്പമുള്ളൊരു ബ്രെഡാണ്. ഐ മീൻ നല്ല സ്ലൈസ് ആയിരുന്നു. ഇത് നമുക്ക് ഒരു ബ്രെഡ് പീസായിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു വന്നിട്ട് കാര്യം ഓക്കെ ഇത് പറഞ്ഞില്ലല്ലോ. ഇത് നമ്മുടെ കുനാഫ ഉണ്ടാക്കുന്ന വെർമസലിയാണ്. പക്ഷേ ഇതൊരു എക്സ്പെൻസ് ആയിട്ട് തോന്നുന്നു. നമുക്ക് അല്ലാത്ത വേറൊരു ഷോപ്പുണ്ടാണ്, ഞങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം ആ ഷോപ്പിൽ. ഓക്കെ, അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിവിടെ വരുന്നത് ബ്രൗണി ഉണ്ട്. ബ്രൗണി സൂപ്പറായിരുന്നു, അത് ഞാൻ കഴിച്ചിട്ടുള്ളതാണ്. ഇത് ന്യൂട്രെല്ലയുടെ ക്രോസ്നട്ട്, പക്ഷേ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് മേടിച്ചിട്ടുണ്ട്, ഇത് ട്രൈ ചെയ്യാൻ എടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെ എടുത്ത് പറയാം. ഇന്നെയാണ് ഞാൻ കൗഫ്ലാൻഡിൽ വന്നപ്പോൾ കണ്ട ഒരു ഇന്ത്യൻ നമ്മുടെ സാധനങ്ങൾ ഐറ്റംസ് കണ്ടത്. മാംഗോ പൂരി. ഇവിടെ കൂടുതലും ഇന്ത്യൻ കുറച്ച് ഐറ്റംസ് ഉണ്ടായി. ഇന്ത്യൻ മസാല അല്ല, മസാല സോസ് ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ചും കൂടി ഐറ്റംസ് ഒക്കെ കൗഫ്ലാൻഡ് ആഡ് ചെയ്യണം. ബട്ടർ ചിക്കൻ സോസ്, പിന്നെ വേറെ എന്തൊക്കെയോ എനിക്ക് അറിഞ്ഞാത്ത പേരിലുള്ള കുറേ എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യൻ ബേസായിട്ടുള്ള കുറച്ച് സോസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പപ്പടമൊക്കെ കണ്ടിട്ട് ഞെട്ടിപ്പോയി. കാരണം ഇവിടെ വന്നിട്ട് പപ്പടമൊക്കെ ഒരു ജർമ്മനി ഷോപ്പിലൊക്കെ കാണുന്നു. പക്ഷേ പൊതുവെ ഇന്ത്യയിൽ ഇവിടെ ഗോട്ടിങ്ങിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ് കൂടുതലും ഉള്ളത്. അത് അടുപ്പിച്ച് തന്നെ ഉണ്ട്. കാരണം ഇവിടെ നല്ല കച്ചവടമാണെന്ന് എനിക്ക് തോന്നും. അത് തമിഴാണ്, കുറച്ച് നല്ല ടേസ്റ്റ്. ഞാൻ അവിടെ നിന്നൊന്നും കഴിച്ചിട്ടില്ല, ആകെ ഒരു സ്ഥലത്തൊന്നും കഴിച്ചിട്ടുള്ളൂ. കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ കേരളത്തിൻ്റെ ടേസ്റ്റൊക്കെ ഭയങ്കര വ്യത്യാസമാണെങ്കിൽ പോലും ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു അഭിമാനമാണല്ലോ. കാരണം ഇവിടെ എല്ലാം ജർമ്മൻസിന് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ഒരു തെളിവ് എൻ്റെ ഒരു വീഡിയോക്കകത്തുണ്ട്. കാരണം ജർമ്മൻസ് ചിലവർക്ക് നമ്മുടെ ഫുഡിൻ്റെ മണം ഭയങ്കര ഇഷ്ടം, ചിലവർക്ക് ഇഷ്ടമില്ല. ചിലർ കഴിച്ചിട്ടുള്ളവർ പറഞ്ഞാൽ നിങ്ങളുടെ ഇന്ത്യൻ ഫുഡ് ഭയങ്കര ടേസ്റ്റ്. എനിക്ക് ഒരുപാട് പേര് എൻ്റെ അടുത്ത് റെസിപ്പീസൊക്കെ ചോദിക്കും. ഞാൻ പറയും എനിക്ക് കുക്കിംഗ് അറിയത്തില്ല, ഞാൻ ഇപ്പം ഇടയ്ക്ക് ഇവിടെ വന്നവർക്ക് യൂട്യൂബൊക്കെ നോക്കിയാണ് എടുക്കുന്നത്. ഇത് പച്ചരിയാണോ ഗൈസ് എനിക്ക് അറിയത്തില്ല, ഞാൻ എന്തായാലും ഇത് നോക്കിയാണ് ഒരു തരം അരി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ നേരെ നമ്മൾ വീട്ടിൽ വന്നു. അത്രയേ ഉള്ളൂ. ബൈ.